എഫേസോസിൽ യഹൂദന്മാരുടെ ഒരു വലിയ കോളനി ഉണ്ടായിരുന്നു. റോമൻ ഭരണകാലത്ത് അവർക്ക് പ്രത്യേക ആനുകൂല്യവും പദവിയും ലഭിച്ചിരുന്നു. ഇവിടെ ക്രിസ്തുമതം ആദ്യം പ്രവേശിച്ചത് ഏതാണ്ട് AD 52 പൗലോസ് ഒരു ഹ്രസ്വ സന്ദർശനം നടത്തിയതോടുകൂടിയാണ്. അപ്പോൾ പൗലോസ് അക്വിലാസിനെയും പ്രിസ്കില്ലയെയും അവിടെ വിട്ടേച്ചുപോയി. അപ്പോസ്തല പ്രവൃത്തികൾ 18 മുതൽ 21 വരെ. പൗലോസിന്റെ മൂന്നാമത്തെ മിഷണറി യാത്രയുടെ ലക്ഷ്യം എഫേസോസ് ആയിരുന്നു. അവിടെ അദ്ദേഹം 2 വർഷത്തിലധികം താമസിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 19:8-10 വാക്യങ്ങൾ. യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിക്കുകയും യഹൂദന്മാരെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്തു വന്നു. തുടർന്ന് തുറന്നോസിന്റെ പാഠശാലയിൽ തർക്കിച്ചു വന്നു. ക്രിസ്തുമതത്തിന്റെ വളർച്ച മറ്റു മതങ്ങൾക്ക് വലിയ ആഘാതമായി മാറി. അവിടെ വളർന്നു വന്ന മന്ത്രവാദം പോലുള്ള ക്ഷുദ്രപ്രയോഗങ്ങളെ മാത്രമല്ല, അർത്തമീസ് പൂജയെപ്പോലും അത് ബാധിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 19:13, 19:27. എഫേസോസിന്റെ സമ്പൽ സമൃദ്ധിക്ക് അടിസ്ഥാനമായിരുന്ന വിഗ്രഹാദി വസ്തുക്കളുടെ കച്ചവടത്തിനും കോട്ടം വന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 19:38. തുടർന്ന് പട്ടണത്തിൽ വലിയ കലഹം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 19 മുതൽ 41 വരെ. പൗലോസ് എഫേസോസിൽ താമസിക്കുന്ന കാലത്ത് കൊലോസ്യയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും സുവിശേഷം പ്രചരിപ്പിച്ചു. കൊലോസ്യർ 1:6, 7, 2:1. കൊരിന്ത്യ സഭയിലുണ്ടായ വാദപ്രതിവാദങ്ങളും എഴുത്തുകുത്തുകളും അപ്പോസ്തലൻ നടത്തിയത് എഫേസോസ് താവളമാക്കിയായിരുന്നു. 1 കൊരിന്ത്യർ 16:8. പൗലോസ് എഫേസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. 1 കൊരിന്ത്യർ 15:32. അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഇവിടത്തെ സ്റ്റേഡിയത്തിൽ വന്യമൃഗപ്പോരിനു വേണ്ടി വേർതിരിച്ചിട്ട സ്ഥലത്ത് വെച്ചായിരിക്കണം. എന്നാൽ ഈ സ്റ്റേഡിയത്തിൽ മൃഗയുദ്ധത്തിനു വേണ്ട ക്രമീകരണമുണ്ടായത് പിന്നീടാണെന്ന് പറയപ്പെടുന്നു. തന്മൂലം മൃഗയുദ്ധം ആൾക്കൂട്ടത്തിന്റെ ആക്രമണത്തെ സൂചിപ്പിക്കുന്ന ആലങ്കാരിക പ്രയോഗമായിരിക്കണം. എഫേസോസിൽ 2-3 പ്രാവശ്യം പൗലോസ് കാരാഗൃഹവാസം അനുഭവിച്ചുവെന്നും കാരാഗൃഹ ലേഖനങ്ങളെല്ലാം തന്നെ എഫേസോസിൽ വെച്ചാണ്, അല്ലാതെ റോമിൽ വെച്ചല്ല അദ്ദേഹം എഴുതിയതെന്നും ചില പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ട്. എഫേസോസിൽ നിന്ന് പൗലോസിന്റെ ഒരു ലേഖന ശേഖരം കണ്ടെടുത്തിട്ടുമുണ്ട്. എന്നാൽ കാരാഗൃഹ ലേഖനങ്ങളെല്ലാം റോമിൽ വെച്ച് എഴുതിയെന്ന് കരുതുകയാണ് ഏറ്റവും യുക്തം. എഫേസോസിലെ 1ാമത്തെ ബിഷപ്പ് തിമോത്തിയോസ് ആണെന്നാണ് ചരിത്രം പറയുന്നത്. പൗലോസിന്റെ മടങ്ങിവരവിൽ തിമോത്തിയോസിനെ എഫേസോസിലാക്കി. 1 തിമോത്തിയോസ് 1-3 വാക്യം. അനന്തരം എഫേസോസ് യോഹന്നാൻ അപ്പോസ്തലന്റെ പ്രധാന താവളമായി. വെളിപ്പാടിൽ സംബോധന ചെയ്തിട്ടുള്ള 7 സഭകളും യോഹന്നാന്റെ പരിധിയിലായിരുന്നു. ഈ 7 സഭകളിൽ ആദ്യം എഴുതുന്നത് എഫേസോസിലെ സഭയ്ക്കാണ്. എഫേസോസ് പ്രധാനപ്പെട്ട സഭയെന്ന് മാത്രമല്ല, പത്മോസിൽ നിന്ന് വരുന്ന ദൂതൻ ആദ്യം കരയ്ക്കടുക്കുന്നത് എഫേസോസിലാണ്. ഈ സഭ വളരെയധികം വളർന്നെങ്കിലും ദുരുപദേഷ്ടാക്കന്മാരുടെ ശല്യം അനുഭവിക്കുകയും ആദ്യ സ്നേഹം ത്യജിച്ചു കളയുകയും ചെയ്തു. ജയിക്കുന്നവന് ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്ന വാഗ്ദത്തത്തിനും അടിസ്ഥാനമുണ്ട്. എഫേസോസിലുള്ള അർത്തമീസ് ദേവിയുടെ വിശുദ്ധ ഈന്തപ്പന കാരണമായിരിക്കണം അത്. സഭയുടെ 3ാമത്തെ സമ്മേളനം AD 431 എഫേസോസിൽ കൂടി. ഇത് നൊസ്റ്റോറിയൻ ക്രിസ്തുവിജ്ഞാനീയത്തെ ഖണ്ഡിക്കുവാനായിരുന്നു.